പശ്ചിമ ബംഗാളിലെ സിലിഗുഡി ട്രെയിൻ അപകടത്തിന് കാരണം ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചത് കാരണമുണ്ടായ മാനുഷിക പിഴവെന്ന് റെയിൽവേ ബോർഡ്. എന്നാൽ റെയിൽവേ ബോർഡിന്റെ നിലപാടിനെതിരെ പ്രതിഷേധവുമായി ലോക്കോ പൈലറ്റന്മാർ രംഗത്ത് വന്നു. 9 പേരാണ് ഈ ട്രെയിൻ അപകടത്തിൽ മരിച്ചത്. അപകടമുണ്ടായ പാതയിലൂടെ ഉള്ള ഗതാഗതം ഉടൻ പുനഃസ്ഥാപിക്കുമെന്നും അറിയുന്നു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ വീണ്ടും ചേരുന്നു. രാധാകൃഷ്ണൻ, ഈ ലോക്കോ പൈലറ്റന്മാർ ഈ 9 പേര് മരിച്ചൊന്നും അവർക്ക് വിഷയമില്ലേ? അവർ സംഘടനയാണോ അവർക്ക് പ്രധാനം? ഈ ലോക്കോ പൈലറ്റുമാരുടെ വാദം മറ്റൊരു ദിശയിലാണ്. കാരണം ഈ ലോക്കോ പൈലറ്റുമാർ രാജ്യവ്യാപകമായിട്ട് ഈ റെയിൽവേയുടെ ചില നിലപാടുകൾക്കെതിരെ സമരപരിപാടികൾ നടത്തി വരികയാണ്. നമ്മുടെ കേരളത്തിലടക്കം അത്തരത്തിലുള്ള സമരപരിപാടികളുണ്ട്. ഹൈക്കോടതി നൽകിയ റെസ്റ്റ്, അവർക്ക് ഈ റെസ്റ്റ് നൽകുന്നതിൽ വലിയ വിമുഖതയാണ് റെയിൽവേ പലപ്പോഴും കാണിക്കുന്നത്. തുടർച്ചയായിട്ട് അവർക്ക് ജോലി ചെയ്യേണ്ടി വരുന്നു. മണിക്കൂറുകളോളം, ദിവസങ്ങളോളം അവർക്ക് ലീവ് ലഭിക്കാത്ത ഒരവസരം, ഉറക്കം ലഭിക്കാത്ത സാഹചര്യം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് നിർബന്ധിതമായിട്ട് ഈ വിശ്രമത്തിനുള്ള സമയം നൽകണം എന്ന് പല കോടതികളും നിർദ്ദേശിച്ചിരുന്നു. അത് റെയിൽവേ പക്ഷേ പരിഗണിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ ഈ കോടതി വിധികളുടെ ബലത്തിലുള്ള അവധികൾ അഥവാ അവർക്കുള്ള റെസ്റ്റ് സമയം അവർ എടുക്കാൻ തുടങ്ങി. അതോടുകൂടി ഈ റെയിൽവേയും ലോക്കോ പൈലറ്റുമാരും തമ്മിലുള്ള ഒരു ശീതസമരം രാജ്യവ്യാപകമായിട്ട് നടത്തുന്നുണ്ട്. അങ്ങനെ ഈ അവധികളൊക്കെ എടുക്കുന്ന ലോക്കോ പൈലറ്റുമാരെ സസ്പെൻഡ് ചെയ്യുകയും സ്ഥലം മാറ്റുകയും ചെയ്യുന്ന നടപടികളൊക്കെ റെയിൽവേ തുടരുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതികാര നടപടി എന്ന വിധത്തിലാണ് ഈ ആരോപണം ലോക്കോ പൈലറ്റിന് എതിരെ ഉന്നയിക്കപ്പെടുന്നത് എന്ന വിമർശനമാണ് ലോക്കോ പൈലറ്റുമാർ പറയുന്നത്. കാരണം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അന്വേഷണം നടത്തി ഇത് കൃത്യമായിട്ട് ബോധ്യപ്പെടാതെയാണ് ലോക്കോ പൈലറ്റിന്റെ മേൽ ഈ ആരോപണം വെച്ച് കെട്ടുന്നത് എന്ന് അവർ പറയുന്നു. സിഗ്നൽ ഉണ്ടായത് അല്ലെങ്കിൽ സിഗ്നൽ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഒരു വിധത്തിലുള്ള ലംഘനവും ഈ ഗുഡ്സ് ഓടിച്ചിരുന്ന ലോക്കോ പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. മറിച്ച് ലഭിച്ച സിഗ്നൽ കൃത്യമായി പാലിച്ച് വന്നതിന് ഒരു സാഹചര്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഉള്ളത്. അത് ബോധ്യപ്പെടുത്താൻ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്ക് സാധിക്കുമെന്നും അവർ വാദിക്കുന്നു. അതുകൊണ്ട് റെയിൽവേ പ്രഥമദൃഷ്ടിയാ പറഞ്ഞ ഈ കാരണം തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്നാണ് ലോക്കോ പൈലറ്റുമാർ പറയുന്നത്. അതുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണമാണ് സാധാരണ ഉണ്ടാകേണ്ടത്. അതിനുശേഷമേ ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന റെയിൽവേ അധികൃതർ നടത്താറുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. റെയിൽവേ പക്ഷേ പറയുന്നത് അങ്ങനെയല്ല. കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പിന്നിലേക്ക് ഈ ഗുഡ്സ് ഡ്രൈവറുടെ മാനുഷികമായിട്ടുള്ള പിഴവ് കൊണ്ട് സംഭവിച്ച വീഴ്ച, അതുകൊണ്ടാണ് ഈ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറിയതും 9 പേരുടെ ജീവൻ നഷ്ടമായതും എന്നാണ് പറയുന്നത്. റെയിൽവേ മന്ത്രി അടക്കമുള്ളവർ ഈ സംഭവ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഏതായാലും ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ തുടരുമ്പോഴും നഷ്ടപ്പെട്ടത് വിലപ്പെട്ട 9 ജീവനാണ്. നിരവധി പേർക്ക് വലിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്, ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അവരുടെ കുടുംബത്തിനൊക്കെ ഉണ്ടായ നഷ്ടവും ഒക്കെ അത് ഒരു തരത്തിലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. റെയിൽവേ സുരക്ഷിതമല്ലാതായി മാറുന്നു, ട്രെയിൻ യാത്ര സുരക്ഷിതമല്ലാതായി മാറുന്നു എന്ന വിധത്തിൽ വേഗതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആധുനികവൽക്കരണത്തിന് വേണ്ടി റെയിൽവേ കൂടുതൽ പ്രസ്താവനകളും സമയവും ഒക്കെ മാറ്റിവെക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതൊരു വലിയ ഭീഷണിയാണ് നമ്മളെ സംബന്ധിച്ച്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായ അപകടങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ റെയിൽവേ സുരക്ഷിതത്വത്തിന് നൽകുന്ന പ്രാധാന്യം എത്രത്തോളം ആണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പുനരാലോചന കൂടി സമൂഹത്തിന് ഉണ്ടാക്കുന്നതാണ് ഈ അപകടം. താങ്ക് യു രാധാകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.